ഈ വേടൻ ആ ഇഷ്യൂനെ വേടൻ ഡീൽ ചെയ്തത് ഭയങ്കര പക്വതയോടുകൂടിയിട്ടാണ്. ഭയങ്കര വീട്ടിൽ പോയിരുന്നതൊക്കെ കാണിച്ച് അല്ലെ എൻ്റെ വീട്ടുകാരെ ഉപദ്രവിക്കുന്നുണ്ട് അതിൽ. അതുപോലെ തന്നെ പത്രക്കാർ വയ്ക്കുമ്പോൾ എൻ്റെ ആളും ഇറങ്ങുന്നുണ്ടാ ഒന്ന് കാണുന്നുണ്ടാ നന്നായി അതൊക്കെ. പക്ഷെ വേടൻ്റെ പക്ഷം അല്ലെ വേടന് വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരുപാട് പേര് വരുന്നതുകൊണ്ട് പിന്നെ മാറിയിരിക്കുന്നത് ഒരുപാട് അവൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ അവനെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അതാണ് നമുക്ക് ഇഷ്ടമുള്ളത് തന്നെയാണ്. അപ്പം അത്രേ ഉള്ളൂ. അല്ലാതെ നാട്ടിൽ നിന്ന് വേറൊരു റാപ്പർ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീടിൻ്റെ ഒക്കെ അടുത്തുനിന്ന്, ചങ്ങരംകുളത്തുനിന്ന് ഒരു റാപ്പർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര വിമർശനങ്ങളൊക്കെ നേരിട്ടുണ്ടായിരുന്നു സ്റ്റേജിലെ പെരുമാറ്റം കൊണ്ടൊക്കെ. ശ്രദ്ധിക്കാറുണ്ടായിരുന്നു? ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇപ്പൊ സിനിമ കണ്ടിട്ട് ഒരാൾ നാശാവുകയോ സിനിമ കണ്ടിട്ട് ഒരാൾ നന്നാവുകയോ ചെയ്യുന്നൊക്കെ പറയുന്നത് 100% അതിനോട് യോജിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങനൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. വളർന്ന ചുറ്റുപാട് സാഹചര്യങ്ങളൊക്കെ അതിൻ്റെ ഘടകങ്ങളാണ്. ഇപ്പം ഞാനെന്ന വ്യക്തി ചെയ്യാവുന്നതിൻ്റെ ഒരു ലിമിറ്റ് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം അതെൻ്റെ വീടിനെ ബാധിക്കുമോ, എൻ്റെ സഹോദരികളെ ബാധിക്കുമോ, സഹോദരന്മാരെ ബാധിക്കുമോ, ഇതൊക്കെ അങ്ങനെയൊക്കെ ഇപ്പം വളർന്ന സാഹചര്യങ്ങൾ ഒരു മനുഷ്യനെ ക്രിമിനലാക്കണോ അല്ലെങ്കിൽ നല്ലതാക്കണോ എന്നുള്ള പിന്നെ കൂട്ടുകെട്ടുകളൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ കാലങ്ങളായിട്ട് ഉള്ളതാണിത്. എല്ലാ മനുഷ്യവർഗത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ എല്ലാ കാലത്തും ഇതുള്ളതാണ്. ഇപ്പം പുതിയതായിട്ട് സംഭവിക്കുന്നൊന്നുമല്ല. പിന്നെ വേടൻ ഇന്നലെ പറഞ്ഞു ഇത് തെറ്റാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ അത് ശരിയായി. ഇങ്ങനെ തിരിച്ചറിവുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ തിരുത്താനുള്ള അവസരങ്ങൾ കൊടുക്കുക. ഇപ്പോൾ ഇവൻ തന്നെ ഇപ്പോൾ ഷൈനിൻ്റെ കാര്യത്തിൽ ഷൈൻ പറയുന്നത് എനിക്കിത് നോക്കൊന്ന് മോചനം നേടണം ആഗ്രഹം ഉണ്ടാവും. ശരിക്കും ബേസിക്കലി ആഗ്രഹിക്കുന്നത്, പക്ഷെ നടക്കാണ്ടായിരിക്കും അയാൾ സംഭവിക്കുക. അപ്പോൾ നമുക്കതിന് സപ്പോർട്ട് ചെയ്യാൻ മീൻസ് അവരെ തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്നൊരു സമൂഹമാവുക. അല്ലാതെ വിമർശിച്ച് അങ്ങോട്ട് ഇല്ലാതാക്കുക. അവനങ്ങോട്ട് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ഫീൽഡിൽ നിന്ന് ഒരാളത് പോകുമല്ലോ, പിന്നെ അവൻ്റെ ശരീരത്തിലോ എന്ന് വിചാരിക്കില്ല. അവരൊക്കെ നല്ല രീതിയിലുള്ള ജീവിതം എങ്ങനെയായാലും നല്ല രീതിയിലുള്ള എല്ലാവരോടും സ്നേഹത്തിൽ ഇടപെടുന്ന ആളുകളായി മാറുക എന്നുള്ളത്. പറ്റിക്ക് ബ്ലഡ് കൊടുത്തിട്ടുണ്ട് അയാൾ ഇപ്പോൾ ഉത്തരവാദിത്തം ഇല്ലാത്തൊരു കാര്യമാണ് പുള്ളി ചെയ്തത്. അത് ഞാനില്ല എന്ന് പറയുന്നില്ല. പക്ഷെ സ്റ്റിൽ അയാളൊരു അസാമാന്യ ഫിലിം മേക്കറാണല്ലേ ഈ ഡയലോഗ് പറയിപ്പിച്ച ആള്. ഇനിയും അയാളിൽ ഒരുപാട് വേർഷൻസ് വരാനുണ്ട്. തീർച്ചയായിട്ടും അയാൾ അങ്ങനെ ഒരു എത്ര പേരാണ് കള്ളു കുടിക്കുന്നത്. നമ്മുടെ സർക്കാരിന്റെ മെയിൻ വരുമാനം തന്നെ നമ്മൾ എല്ലാവരും ട്രോളി അങ്ങനെ തന്നെ അല്ലാതെ നമ്മൾ നിഷേധിക്കാനും പറ്റില്ലല്ലോ. ഒരു മെയിൻ വരുമാനം എന്ന് പറയുന്നത് ഒരു വരുമാനത്തിന്റെ. പിന്നെ മലയാളികൾ ഇത്തിരി എവിടെയും എന്തിനും ആഘോഷമായിട്ട് കാണുന്ന ആള്. ഈ ആഘോഷം ഒന്നും കൂടി പൊലിമയുണ്ടാക്കാൻ വേണ്ടി അവരിത്തിരി ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. കള്ളിന്റെ കൂടെ ഇപ്പോൾ ഈ ഹൈബ്രിഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ വന്ന് ചേർന്നിട്ടുണ്ട്. ഈ മെത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ കാലത്തും ഓരോ സാധനങ്ങളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കറുപ്പായാലും ഏത് കാലത്ത് കറുപ്പ്. അതെ. അപ്പം ഇതതിൻ്റെ ഇത് വേണ്ട അല്ലെങ്കിൽ പാടില്ല. ഇപ്പം വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ സുഖം. ഇപ്പം ഹരീഷ് വാസുദേവൻ്റെ ഒരു പോസ്റ്റിൽ ഇയാൾ വേടനെ അനുകൂലിച്ച് എഴുതിയ പോസ്റ്റിലാന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു വക്കീലും വലിക്കുന്നുള്ളത് മനസ്സിലായി. വക്കീൽ പറഞ്ഞു ഞാൻ വലിക്കാറില്ല, സിഗരറ്റും വലിക്കാറില്ല, കഞ്ചാവും വലിക്കാറില്ല. എനിക്ക് വലിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് വലിക്കും. കാരണം ഇത് ഓപ്പണായിട്ടുള്ള വലിക്കാവുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ലോകത്തുണ്ട്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതൊക്കെ ലീഗലൈസ് ചെയ്ത രാജ്യങ്ങളിലുള്ള സ്ഥലത്ത് അപ്പോൾ അങ്ങനെ ഒരു ഗ്രാം ഉപയോഗിച്ചു എന്നുള്ളത് അത്ര വലിയ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ. പണ്ട് ഈ കഞ്ചാവ് എന്ന സാധനം മരുന്നുകളിലൊക്കെ ഉപയോഗിച്ചിരുന്നു പൂർവികര്. അപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള കാര്യമാണ് ഇവർ ചെയ്തത്. എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? അതായത് ഇവരെ വല്ലാതെ ആരാധനയോടുകൂടി ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്. കാരണം അവരുടെ വോക്കിനെ മാത്രം നമ്മൾ വർഷിപ്പ് ചെയ്താൽ പോരെ, അവരുടെ ആസ് എ പേഴ്സൺ അവരെ വിട്ടുകളയാം. വേറൊരു പ്രശ്നമാണ് ഇതിൽ. നിങ്ങൾ ഈ വളരെ വിരലെണ്ണാവുന്ന 4-5 പേരെ കാര്യം മാത്രമേ ഇവിടെ വാർത്തകളാവുന്നുള്ളൂ. കഴിഞ്ഞൊരു മാസമായിട്ട് 17,000 ചില്ലാനും ആളുകൾ ഇതുമായിട്ട് പിടിച്ചിട്ടുണ്ട് കേരളത്തിൽ.
ഒരു ദിവസം തന്നെ കാക്കനാട് സൈഡിൽ നിന്ന് 240ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് കൃത്യമായ കണക്കുകളല്ല, എന്നാലും ഞാൻ അപ്പോൾ ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രം ആഘോഷിക്കപ്പെടുന്നു. അപ്പോൾ ഇത് ഈ സിനിമാ മേഖലയിൽ മാത്രമൊന്നല്ല, IT ഫീൽഡിലായാലും വേണ്ടില്ല. പത്രക്കാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, പത്രത്തിൽ ഒരു മനുഷ്യൻ വേടൻ ഉപയോഗിച്ചപ്പോൾ അതിന് ഭയങ്കരമായിട്ട് ഒരു പത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മീഡിയയുടെ ഒരാൾ, വലിയ ചാനലിൻ്റെ മേധാവി വലിയ ഇതിൽ പോസ്റ്റ് ഇട്ട്, അതിൻ്റെ ഇടയിൽ വന്ന് ഞാനും നീയും കൂടി കഞ്ചാവ് വലിച്ച് നിനക്ക് ഓർമ്മയില്ല, കള്ളും കഞ്ചാവും കുടിച്ച് എന്ന് പറഞ്ഞ് പല ആളുകൾ. അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, പക്ഷെ നമുക്ക് ലീഗലൈസ് ചെയ്ത സാധനമല്ല അത്. അപ്പോൾ അത് തെറ്റാണെന്നാണ്. ലീഗലല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ കാര്യം. എന്തൊക്കെയാണ് അടുത്ത സിനിമാ പരിപാടികൾ? ഇനി ഇറങ്ങാനുള്ളത് പെണ്ണ് കേസ് ഉണ്ട്, അതുപോലെ മറ്റേ മുരളി ഗോപി സ്ക്രിപ്റ്റ് എഴുതിയിട്ട് കൃഷ്ണകുമാറിൻ്റെ ഒരു പടമുണ്ട്. പിന്നെ ഈ വെബ് സീരീസ് ഉണ്ട്. പിന്നെ ഞാൻ നായകനായിട്ടൊരു പടം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതൊന്നും വേറെ അനൗൺസ്മെൻറ്റുകളൊന്നും ചെയ്യാതെ വളരെ സൈലൻ്റ് ആയിട്ടൊരു സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. അധികം വൈകാതെ അത് അനൗൺസ് ചെയ്യും. അടുത്ത മാസം ജിത്തുവിൻ്റെ പടം തുടങ്ങും. ജിത്തുവിൻ്റെ കുറച്ച് കാലത്തിന് ശേഷം ജിത്തുവിൻ്റെ പടത്തിലൊരു മുഴുനീള വേഷം ചെയ്യുന്നുണ്ട്. വലതുവശത്തൊക്കെ വീണ്ടും ഞാൻ പോലീസ് വേഷം. കുറച്ച് കാലത്തിന്റെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. കുറച്ച് കാലമായി ഞാൻ താടി വെച്ച് നടന്നതിന്റെ മെയിൻ കാരണവും പോലീസ് സ്റ്റേഷത്തിൽ വിളിക്കുമ്പോൾ താടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയായിരുന്നു. കുറച്ച് കാലം അത് നല്ല വേഷമാണ്. കുറച്ചുകൂടി അയഞ്ഞ ഷാദൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. ഇപ്പം നമ്മുടെ ഇതിലായാലും സൂപ്പർ സ്റ്റാർ അല്ല, തണ്ണീർത്തനിലായാലും ശരി, അല്ലെങ്കിൽ മറ്റേ ഗാലറിമൻ്റെ ആദ്യത്തെ സിനിമയിലായാലും അത്രയും വലിപ്പത്തിലുള്ള ഒരു പോലീസുകാരൻ കോഴിത്തിര ഇറക്കുമ്പോഴുള്ള അയഞ്ഞ ഞാനാണ് മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഒരു നായക വേഷം ചെയ്യുന്ന. അത് ഭയങ്കര അയഞ്ഞൊരു സാധനമാണ്. കുന്നംകുളത്തെ നാടക പ്രവർത്തകരൊക്കെ ആയിട്ട് എന്തെങ്കിലും പരിപാടികൾ? ശരിക്കും പറഞ്ഞാൽ സൂര്യൻ്റെ ഒരു നാടകത്തിൽ ഞാൻ ഈ വർഷം അഭിനയിക്കേണ്ടതായിരുന്നു. പക്ഷെ ഈ പെട്ടെന്ന് വന്ന 1-2 പ്രോജക്റ്റുകൾ, ആത്യന്തികമായിട്ട് സിനിമയാണല്ലോ നമ്മുടെ. അപ്പോൾ സിനിമ പെട്ടെന്ന് കയറി വന്നുകൊണ്ട് അത് ചെയ്യാൻ പറ്റും. കാരണം സൂര്യനത് ജൂലൈയിൽ സ്റ്റേജ് ചെയ്യേണ്ടത് ഓർമ്മയാണ്. അപ്പോൾ അത് നാടകം ഒരു നാടകം ചെയ്യണമെന്ന് കുറച്ചു കാലമായി കൊതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നടക്കുന്നില്ല. നമ്മളെ രാമരാജ്യത്തിന്റെ സമയത്ത് ഒക്കെ പറഞ്ഞിരുന്നു. അതെ, അത് ആ സമയത്ത് തുടങ്ങിയത്. ആ സമയത്ത് തുടങ്ങിയത് നാടകം ചെയ്യാൻ പല ആളുകളുമായിട്ട് ഇങ്ങനെ നാടകം. സുവീരനൊക്കെ ആയിട്ട് ഇപ്പോഴും ഭയങ്കര ശിവദാസ്. ഞാൻ ഇപ്പോക്ക് ഇപ്പോൾ കുറച്ചു കാലങ്ങളായിട്ട് ഇങ്ങനെ നിരന്തരം അവിടെ സമയമുണ്ടാക്കി കാണുന്ന ഒരു പരിപാടിയാണ്. മരണമാച്ചൊക്കെ കണ്ടിരുന്നോ? മരണമാച്ച് കണ്ടില്ല. ഇപ്പൊ മാടൻ തെയ്യം കണ്ടായിരുന്നു. അത് മാടൻ തെയ്യം എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര അഭിപ്രായം. സ്വാതി നാടകം അത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണണം. അതെല്ലാവരോടും നല്ല കളിയുള്ളൊരു നാടകമാണ് ശരിക്കും മാടൻ തെയ്യം എന്ന് പറയുന്നത്. മാടൻ മോക്ഷം എന്ന് പറയുന്ന നാടകത്തിൽ പ്രമോദ് വെളിയനാടിൻ്റെ ഗംഭീര വേഷം. ഇത് തകഴിക്കാരൻ എന്ന് പറയുന്ന വേറെ ദൈവമായിട്ട് അഭിനയിക്കുന്ന ആളുണ്ടായാലും, പക്ഷെ പ്രമോദിനെ നമുക്ക് കുതിയാവും. അങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ മനുഷ്യൻ അസാധ്യമായിട്ടുള്ള പ്രകടനമാണ്. ഇപ്പോൾ അവാർഡ് കിട്ടിയതാണ്. അമേച്ചർ നാടകത്തിൽ മികച്ച നടനായിട്ടുള്ള അവാർഡ് കിട്ടിയതാണ്. അത് സിനിമ സ്നേഹിക്കുന്ന ആളുകളും നിങ്ങളുടെ അടുത്ത് മാടൻ മോക്ഷൻ്റെക്ക് കാണുന്നത് ഞാൻ പറയുന്നു. പ്രമോദിൻ്റെ അസാധ്യ പ്രകടനം കാണാം, ഒരു മികച്ച നാടകവും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം എല്ലാ വിധത്തിലുള്ള കലാപ്രവർത്തനങ്ങളും എൻ്റെ സിനിമാ യാത്രയിൽ ഇപ്പം തരുൺ കൂടെ കൂട്ടിയതുപോലെ, അല്ലെങ്കിൽ ഖാലിദ് കൂടെ കൂട്ടിയതുപോലെ, ഇനിയുമുള്ള മേക്കേഴ്സ് ഗിരീഷൊക്കെ കൂടെ കൂട്ടിയതുപോലെ ഒരുപാട് പേര് കൂടെ കൂട്ടി ഇർഷാദ് ജേണി തുടരട്ടെ. നേരത്തെ ഒരുപാട് നമസ്കാരം. താങ്ക് യു.